കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്ന് സഹകാരിമാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കും. രാവിലെ 10 നടക്കുന്ന പ്രതിഷേധം UDF കൺവീനർ MM ഹസനാണ് ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്? ആരൊക്കെയാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ സംഘർഷവും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്ത് വരികയും അതിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ACPക്ക് എതിരെ അടക്കം നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സഹകാരിമാരുടെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. അതായത് വരണാധികാരിമാരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ആ റിട്ടേണിംഗ് ഓഫീസർമാരായി പ്രവർത്തിച്ചിരുന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. അവരാണ് കള്ളവോട്ടിന് പ്രധാനമായും ഒത്താശ ചെയ്തത്. പോലീസ് ഈ കള്ളവോട്ടുകാരെ കടത്തിവിട്ടപ്പോൾ ഈ കള്ളവോട്ടുകാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വോട്ടില്ലാത്തവരാണ്, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് വോട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കി തന്നെ ഈ ഉദ്യോഗസ്ഥർ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രത്യേകിച്ച് CPM അനുകൂല സർവീസ് സംഘടനയായിട്ടുള്ള NGO യൂണിയന്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ വരണാധികാരിമാരായി ഉണ്ടായിരുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്ന് സഹകാരിമാർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അവർ കസബയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. സഹകാരിമാരുടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്കാണ് ഇവരുടെ പ്രതിഷേധ കൂട്ടായ്മ. UDF കൺവീനർ MM ഹസനാണ് ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നേരത്തെ ACP ഉമേഷിനെതിരെ നടത്തിയ ആ പ്രതിഷേധം അത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ആ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിയമ പോരാട്ടം തുടരുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച തെളിവുകളും രേഖകളും എല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വം ഇനി ആ കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഫലത്തിൽ 2 തോതിലുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് അത് കോൺഗ്രസ് വിമതരുമായി ചേർന്ന് CPM പിടിച്ചെടുത്തതിലുള്ള വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത്. അതിന് റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് 2 വശങ്ങളുണ്ട്. നിയമപരമായ ഒരു വശങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ വശങ്ങളുണ്ട്. ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ ഈ കോൺഗ്രസിന്റെ തീരുമാനം? എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഈ 2 തലത്തിലാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPMന് വേണ്ടി ഒത്താശ ചെയ്തു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. പ്രത്യേകിച്ച് അവിടെ സംഘർഷമുണ്ടായിരിക്കുമ്പോൾ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് എല്ലാ മാധ്യമങ്ങളും, നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യവുമാണ്. അതോടൊപ്പം തന്നെ ഈ അന്ന് പോലീസ് നിഷ്ക്രിയമായി നിന്നത് ഈ CPM പ്രവർത്തകർക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ അതിന് അന്ന് ഈ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ACP ഉമേഷിനെതിരെ കർശന നടപടി വേണം, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യം. മറ്റൊന്ന്, ഈ കള്ളവോട്ടിന് ഒത്താശ ചെയ്ത സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണം, അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല അവരുടെ തുടർന്നുള്ള എന്തൊക്കെ നടപടികളാണ് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നാൽ ഉണ്ടാവുക, ആ നടപടികളൊക്കെ ഇവർക്കെതിരെ വേണം എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന് റിയാസ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.